സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെറിയൊരു കുളം പണിയാൻ വേണ്ടിയാണ് ഒരു പോണ്ട് പോലത്തെ സെറ്റപ്പ്. അത് നമ്മുടെ വീടിന് ഫ്രണ്ടിലായിട്ട്. സോ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. പിന്നെ നമ്മൾ ഒരു ടെക്സ്ചർ പാക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഷെയ്ഡർ പോലത്തെ സംഭവമാണ്. ഷെയ്ഡറാണെന്ന് വെച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവം. ഇനിയിൽ നമുക്ക് ആനിമേഷൻ, പ്ലെയറിന് ആനിമേഷനൊക്കെ ഉണ്ട്. എനിക്ക് തലക്കേടില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് തോന്നി ഗൈസ്. പിന്നെ ബാക്കോട്ട് പോകുമ്പോഴും നമ്മുടെ കാല് ഫ്രണ്ടിലോട്ട് നടക്കുന്ന ആനിമേഷനാണ്. കണ്ട അങ്ങനത്തെ കുറച്ച് വീഴ്നെസ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ വെറുതെ ഒന്ന് ഇൻസിപീഡിയയിൽ കയറി നോക്കിയപ്പോൾ കണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും വെച്ച് പറയാം, അല്ലെങ്കിൽ അവസാനം പറയാം. സോ വീഡിയോയിലിട്ട് കിടക്കാം. സോ അപ്പോൾ നമ്മുടെ പോണ്ട് വരാൻ പോണ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ്, ഈ സൺഫ്ലവർ ഉള്ള ഏരിയയിൽ. ഈ സൺഫ്ലവർ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എന്തോ പോലെ എനിക്ക് തോന്നും ഗൈസ്. നമുക്ക് അതാദ്യം കളഞ്ഞിട്ട് വേണം അവിടെ പോണ്ട് പണിയാൻ. പിന്നെ ഇതിൽ ആനിമേഷനൊക്കെ ഉണ്ട് ഗൈസ്, ഈ ഫ്ലവേഴ്സിനൊക്കെ ഉണ്ടോ. ചെറുതായിട്ട് ലാഗ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ചിലപ്പോൾ ഞാൻ പകുതി വെച്ച് ഓഫ് ചെയ്യും ഗൈസ്. നേരത്തെയും ലാഗ് തന്നെ ഒരു ഇഷ്യൂ ആയിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് ഈ ഒരു ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടായിരിക്കും നമ്മൾ മെയിനായിട്ട് ഈ സാധനം കൊണ്ടുവരാൻ പോണത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇടാം ഇതിൻ്റെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പോണ്ട് ഈ ഒരു രീതിയിലായിരിക്കും വന്നത്. നമുക്കിനി താഴത്ത് കുറച്ച് സാൻഡൊക്കെ ഇടാനുണ്ട്. നമുക്കതെല്ലാം വഴിയേ ചെയ്യാതെ. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ വേണ്ടത്. നമുക്കിനി ഔട്ട്ലൈൻ അല്ല, ഈ ഒരു രീതിയിലായിരിക്കും വേണ്ടത്. നമുക്കിനി ഇതിന്ന് സാൻഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരാം കുറച്ച്. സോ ഗൈസൊക്കെ നമ്മൾ ഏകദേശം 56 സാൻഡ് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. 56 സ്പെസിഫിക് ആയിട്ടല്ല, എന്നാലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതിവിടെ ഇങ്ങനെ നിരത്തി വെക്കാം ഗൈസ്, ഈ ഡർട്ടുകൾ മൊത്തം കളഞ്ഞിട്ട്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു സെറ്റപ്പാണ് നമ്മുടെ പോണ്ട് വന്നേക്കണത്. നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു സംഭവം പോലെ സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇതെന്താ ഫ്രണ്ടിൽ കയറിയിരിക്കണത്, ഒരാളിവിടെ പറയണുണ്ട് ഇവിടെ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്യാൻ നോക്കാം ഗൈസ്. ലൈക്ക് ഇതുപോലെ അങ്ങനെയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഗൈസ്? ഇത് അത്യാവശ്യം തഴക്കേടില്ലെങ്കിലും ബട്ട് ഇങ്ങനെ വന്നിട്ടൊരു സുഖമില്ല ഗൈസ്. കാര്യം ഇത്രയും വലിയ പോകണ്ട, അത്രയും ചെറിയ രീതിയിൽ നിന്ന് തന്നെ പോലെ വന്നപ്പോഴേ തൽക്കാലം നമുക്ക് നടക്കാം. എന്നിട്ട് വേറെ എന്തെങ്കിലും നോക്കാം ഗൈസ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ള ഈ കോപ്പർ എന്ത് കോപ്പർ കോളത്തിൻ്റെ കോപ്പർ ചെസ്റ്റ് ഈ ഒരു കോലമായിട്ടുണ്ട്. പിന്നെ അന്ന് വെച്ച ആ 6 ബ്ലോക്ക് ഇപ്പോൾ ആ സാധനം കൊണ്ടുപോയിട്ടില്ല. വേറെ മേജർ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ അതിനെ കാണാനുമില്ല ഗൈസ്. ലൈക്ക് അത് പുറത്തിറങ്ങി, ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് പുറത്തിറങ്ങി ഇപ്പം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നോക്കിയിട്ടാണെങ്കിൽ കാണുന്നില്ല. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതെങ്ങനെ മറ്റേ സ്റ്റാച്ചു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി തപ്പുമെന്നാണ് എൻ്റെ സംശയം ഗൈസ്. ഇതുവഴി നമ്മൾ കുറച്ച് ബോൺ മീൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വർക്കാവാൻ നോക്കാം. വർക്കായി
നമുക്ക് ഒറ്റ ഒരെണ്ണം കൂടി ഉള്ളൂ. അത് നമുക്ക് തൽക്കാലം താഴത്തിട്ട് വെക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സംഭവങ്ങൾ സെറ്റായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സൈഡിലും കയ്യിലൊക്കെ ഡെക്കറേഷൻസ് വരുത്താം. ട്രാപ്പ് ഡോർ മാറ്റി നമുക്ക് ഈ ഹാഫ് സ്ലാബ് ഇവിടെ ആക്കിയാലോ എന്നൊരു എന്താ പറയുക, ഒരു ഐഡിയ ഉണ്ട്. ഹാഫ് സ്ലാബിൻ്റെ ബാക്ക് കൊള്ളാം. നമുക്ക് തിരിച്ച് ഉൾഭാഗത്തേക്ക് ഫേസ് ചെയ്യണമല്ലോ വെച്ച് കഴിഞ്ഞാൽ വേറെ വലിയ ലുക്ക് ഉണ്ടാവാണ്ട് ഇരിക്കില്ല. ഈ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ ഗൈസ് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 2-3 സ്റ്റോൺ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈക്ക് ഒരു സ്റ്റോൺ എന്താ പറയുക, സ്റ്റോൺ കല്ലുകൾ ഇരിക്കണ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ലീവ്സും കൂടി എടുത്തുകൊണ്ട് വരാം. ലീവ്സ് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ലീവ്സ് പറക്കാൻ പോവാം. ഇല്ല ഗൈസ്, ലീഫില്ല. ബൈ ദ വേ ഈ എന്തായിരുന്നു ഡൈൻ്റെ ഈ സംഭവം മാറ്റിയിട്ടുണ്ട്, ടെക്സ്ചർ മാറ്റിയിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ എപ്പിസോഡിൽ നോക്കാൻ മറന്നുപോയി. നമ്മുടെ കോപ്പറേജ് എത്തിയെന്ന് പറഞ്ഞ അപ്ഡേറ്റില്ലേ, അല്ല ആ വീഡിയോയിൽ. എന്തായാലും നമ്മൾ കുറച്ച് കോപ്പർ ലാൻഡുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരെണ്ണം ഇവിടെ വെക്കാം, ഒരെണ്ണം ഇവിടെ വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ വെച്ചേക്കാം. കാര്യം ഇവിടെ ലൈറ്റിൻ്റെ കുറവുണ്ട് ഗൈസ്. ഈ പോണ്ടിരുന്ന് അവിടെ ടോർച്ച് ഉണ്ടായിരുന്നു. ആ ടോർച്ച് നമ്മൾ പൊട്ടിച്ച് കുളമാക്കിയതല്ല, പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു കുളം പടന്നപ്പോൾ ആ ഒരു ലൈറ്റ് കുറഞ്ഞിട്ടുണ്ടായി. നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 2 കോപ്പറിൻ്റെ ലാൻഡാണ് വെച്ചേക്കണത്. ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ സാധാരണ ലാൻഡുകളിലോട്ട് മാറ്റും, ചിലപ്പോൾ മാറ്റില്ല ഗൈസ്. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ വീഡിയോ വരുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഷെയ്ഡർ പോലത്തെ ഒരു ടെക്സ്ചർ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ടെക്സ്ചർ പാക്ക് ഇതാണ്. നിങ്ങൾക്കിത് MCPDയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും കിട്ടേണ്ടതാണ്. സോ ബൈ ദ വേ നമ്മുടെ ചാനലിൽ 200 സബ് അടിച്ചിട്ടുണ്ട്, ഏകദേശം 207 സബ്ബായിട്ട് അടിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. പിന്നെ അടുത്ത ആഴ്ച കാണാം ഗൈസ്. ബൈ.